Namaste children, welcome back to our maths class. Today we can the same chapter 4 അതിലെ ടെക്സ്റ്റ് ബുക്ക് എന്നുള്ള പ്രോബ്ലംസ് നമുക്കൊന്ന് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു അല്ലേ. Now you take ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 25. നമ്മൾ കഴിഞ്ഞ ദിവസം വർക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ സെയിം മോഡലാണ്. Here have some baskets of chickens. കുറച്ച് ബാസ്ക്കറ്റുകളിലാക്കി ചിക്കൻസ് കോഴിക്കുഞ്ഞിനെ വെച്ചിട്ടുണ്ട്. അതല്ലാതെ ബാസ്ക്കറ്റിലല്ലാതെയും പുറത്തും ഇൻഡിവിജ്വലായിട്ടും ചിക്കൻസ് ഉണ്ട്. ഹൗ മെനി ബാസ്ക്കറ്റ്സ് ഓഫ് 10 ചിക്കൻസ് ആർ ദെയർ? ഇവിടെ 10 ചിക്കൻസ് ഉള്ള എത്ര ബാസ്ക്കറ്റ്സ് ഉണ്ട്? 1, 2, 3, 4 and 5. അപ്പോൾ ഹൗ മെനി ബാസ്ക്കറ്റ്സ്? 5. ബ്ലാങ്ക് സെൻറ്റർ എഴുതണം 5. First answer, how many baskets of 10 chickens are there? 10 chickens ഉള്ള എത്ര baskets ഉണ്ട്? 5. 1, 2, 3, 4 and 5. Then second question, how many chickens are there in all? Totally എത്ര chickens ഉണ്ട് കോഴിക്കുഞ്ഞുങ്ങളുണ്ട്? അപ്പോൾ 5 ബാസ്ക്കറ്റ്സിലും കൂടി എത്രയായി? ഒരു ബാസ്ക്കറ്റിൽ 10 ആണ്. 2 baskets ആകുമ്പോൾ 20, 3, 30, 4 ആകുമ്പോൾ 40, 5 baskets ആകുമ്പോൾ 50. അപ്പോൾ 50 പ്ലസ് എത്ര ചിക്കൻസ് ഇൻഡിവിജ്വലായിട്ട് നിൽപ്പുണ്ട്? 1, 2, 3 and 4. അപ്പോൾ 50 പ്ലസ് 5 ബാസ്ക്കറ്റിൽ കൂടി 50 പ്ലസ് ഇൻഡിവിജ്വലായിട്ടുള്ളത് എത്രയാണ്? 4. Therefore 50 plus 4 is 54. That is the first part. Then we can do the second, this question. In the evening she counted the chickens again. വൈകുന്നേരത്ത് വീണ്ടും എന്തെണ്ണി? ചിക്കൻസ് എണ്ണി. There are dash baskets of 10 chickens. ഇപ്പം 10 chickens ഉള്ള എത്ര baskets ഉണ്ട്? 1, 2, 3 and 4 അല്ലേ? അപ്പം ഫസ്റ്റ് ബ്ലാങ്ക്സിൽ there are 4 baskets of 10 chickens. 10 chickens ഉള്ള എത്ര baskets ഉണ്ട്? 4. Second, there are dash plus dash equals dash chickens all. Dash plus dash equals dash chickens all. 4 baskets ഉണ്ട്. 4 baskets കൂടി എത്രയാണ്? 40. 40 പ്ലസ് എത്ര ചിക്കൻസ് ഇൻഡിവിജ്വലായി നിൽപ്പുണ്ട്? 1, 2. ഈ ബോക്സിൽ ഒരു ചിക്കൻ നിൽക്കുന്നുണ്ട്. അപ്പം ടോട്ടൽ ഇൻഡിവിജ്വൽ ചിക്കൻസ് എത്രയാണ്? 3. 1, 2 and 3. Therefore, now in the evening എത്രയാണ് ഉള്ളത്? 40 plus 3. Answer is 43. 43. Then third question, 54 minus dash equals dash chickens have been eaten by the fox. ഫസ്റ്റ് മോർണിംഗിൽ നമുക്ക് 54 ഉണ്ടായിരുന്നു. ഈവനിങ് ആയപ്പോൾ എത്രയായി? 53 അല്ലേ? 54 ഉണ്ടായിരുന്നു. വൈകുന്നേരം എണ്ണി നോക്കിയപ്പോൾ 43 ആയി. Therefore ടോട്ടൽ ഉണ്ടായിരുന്ന 54ൽ നിന്നും എത്ര സബ്ട്രാക്ട് ചെയ്താൽ ഇവിടെ കിട്ടുന്ന ആൻസർ അത്രയും ചിക്കൻസ് ആര് കഴിച്ചോ? ഈറ്റൺ ബൈ ദ ഫോക്സ് കഴിച്ചുകൊണ്ട് പോയി. അപ്പോൾ സെക്കൻഡ് എത്രയാണ് ഉണ്ടായിരുന്നത്? വൈകുന്നേരത്ത് 54 മൈനസ് 43. രാവിലെ ഉണ്ടായിരുന്നത് 54, വൈകുന്നേരത്ത് എണ്ണിയത് എത്രയാണ്? എണ്ണിയപ്പോൾ എത്ര ഉണ്ട്? 43. അപ്പോൾ നമുക്ക് സബ്ട്രാക്ട് ചെയ്ത് നോക്കാം. 54 മൈനസ് 43. 4 minus 3 is 1. 5 minus 4 is 1. Therefore 11 chickens eaten by the fox. അപ്പം ലാസ്റ്റ് ബോക്സിൽ എന്ത് എഴുതണം? ലാസ്റ്റ് ബ്ലാങ്കിൽ 11 chickens have been eaten by the fox. Okay. Then page number 26, 27 and 29 do it as homework. ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 26, 27 and 29 do it as homework and ടീച്ചറിൻ്റെ വാട്സപ്പിൽ സെൻഡ് ചെയ്ത് തരാം. ഓക്കെ. Then we can take go to next chapter 5. Then we can go to next chapter 5. Name of the chapter is patterns. Patterns എന്ന് പറയുന്നത് എന്താണ്? Patterns means ശ്രേണി. അപ്പം നമ്പേഴ്സ് ആവാം, ലെറ്റേഴ്സ് ആവാം, ഫിഗേഴ്സ് ആവാം, ഷെയ്ഡ്സ് ആവാം. അപ്പം നമ്പേഴ്സ്, ഫിഗേഴ്സ്, ഷെയ്ഡ്സ് etc. are comes in a repeated sequence. It is called a pattern.
അപ്പം കറക്റ്റായിട്ടുള്ള ഒരു ഓർഡറിൽ വരികയാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് എ പാറ്റേൺ. ലിസൺ ദ ഫസ്റ്റ് പാറ്റേൺ. ഈച്ച് പാറ്റേൺ ഹാവ് ഈച്ച് റൂൾ. ഓരോ പാറ്റേണിനും ഓരോ ശ്രേണിക്കും ഓരോ റൂളായിരിക്കും. ഈച്ച് പാറ്റേൺ ഹാവ് ഈച്ച് റൂൾ. അപ്പം ഹിയർ വി ഹാവ് എ ട്രീ. ദിസ് ഈസ് എ പാറ്റേൺ ഓഫ് ഫിഗേഴ്സ്. ഇതൊരു ഫിഗേഴ്സ് FIGURES. ഇത് ഫിഗേഴ്സിൻ്റെ ഒരു പാറ്റേൺ ഉണ്ട്. ഫിഗേഴ്സിൻ്റെ പാറ്റേൺ ഉണ്ട്, നമ്പർ പാറ്റേൺ ഉണ്ട്, ഷേപ്സ് പാറ്റേൺ ഉണ്ട്, ദെൻ ലെറ്റേഴ്സിൻ്റെ പാറ്റേൺ ഉണ്ട്. ഇതൊരു ഫിഗേഴ്സിൻ്റെ പാറ്റേൺ ആണ്. ട്രീ, ദെൻ ഹാവ് എ ഫ്ലവർ. ട്രീ, ഫ്ലവർ, ട്രീ, ഫ്ലവർ. ദെൻ നെക്സ്റ്റ് എന്താണ്? അഗെയിൻ ട്രീ. വൺസ് മോർ ട്രീ കഴിഞ്ഞൊരു ഫ്ലവർ, അഗെയിൻ ട്രീ, ഫ്ലവർ, ദെൻ ട്രീ. ട്രീ കഴിഞ്ഞ് എന്താണുള്ളത്? ഫ്ലവർ. ലിസൺ, ഫ്ലവർ. അപ്പോൾ ട്രീ, ഫ്ലവർ, ട്രീ, ഫ്ലവർ, ട്രീ, ഫ്ലവർ, അഗെയിൻ ട്രീ, ട്രീ ആൻഡ് നെക്സ്റ്റ് ഫ്ലവർ. ദിസ് ഇസ് എ പാറ്റേൺ ഓഫ് ഫിഗേഴ്സ്. ഫിഗേഴ്സിൻ്റെ പാറ്റേൺ എക്സാമ്പിൾ ആണ് ഇത്. ഓക്കെ. ദെൻ സെക്കൻഡ് പാറ്റേൺസ് ഓഫ് ഷേപ്സ്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഷേപ്സ്. ഏതൊക്കെയാണ് ഷേപ്സ്? ട്രയാങ്കിൾ, ട്രയാങ്കിൾ പറയാം, റെക്റ്റാങ്കിൾ പറയാം, സ്ക്വയർ പറയാം, സർക്കിൾസ് പറയാം. ഇതെല്ലാം എന്താണ്? ഓവൽ ഷേപ്പ്. ഇതെല്ലാം ഷേപ്പുകളാണ്. അപ്പൊ ഷേപ്പിന്റെ ഒരു പാറ്റേൺ ആണ്. ഇതെന്താണ്? ട്രയാങ്കിൾ, സർക്കിൾ, ട്രയാങ്കിൾ, സർക്കിൾ. ഇപ്പൊ അടുത്ത് എന്താ വരിക? ട്രയാങ്കിൾ. ഒരു ട്രയാങ്കിൾ കഴിഞ്ഞ് സർക്കിൾ, പിന്നെ ഒരു ട്രയാങ്കിൾ, സർക്കിൾ, ദെൻ ട്രയാങ്കിൾ അടുത്ത് എന്താണ്? സർക്കിൾ, ദെൻ എഗെയിൻ ട്രയാങ്കിൾ. ഇനി ഒരു ഡാഷ് ഉണ്ടായിരുന്നെങ്കിൽ അവിടെ എന്ത് വരും? എഗെയിൻ സർക്കിൾ ആൻഡ് സോ ഓൺ. This is a pattern of shapes. This is a pattern of figures. Then we can go to next example, pattern of letters. English alphabet letters ഉണ്ടല്ലോ. ക്യാപിറ്റൽ ലെറ്ററിന്റെ പാറ്റേൺ ആവാം, സ്മോൾ ലെറ്ററിന്റെ പാറ്റേൺ ആവാം, മിക്സഡ് ആവാം. ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും മിക്സിംഗ് ആയിട്ടുള്ള പാറ്റേൺ ആവാം. ഹിയർ ക്യാപിറ്റൽ T ആൻഡ് ഇൻവേഴ്സ് T, അഗെയിൻ T ആൻഡ് ഇൻവേഴ്സ് T തല തിരിച്ചെഴുതുന്നത്. അപ്പോൾ T ഇൻവേഴ്സ് T, T ഇൻവേഴ്സ് T, T ഇൻവേഴ്സ് T ആൻഡ് സോ ഓൺ. അങ്ങനെ പോകും. ദെൻ ദിസ് ഈസ് ദ പാറ്റേൺ ഓഫ് ലെറ്റേഴ്സ്. ലെറ്റേഴ്സിൻ്റെ പാറ്റേൺ ആണ്. ദെൻ നെക്സ്റ്റ് ലാസ്റ്റ് തന്നിരിക്കുന്നത് നമ്പർ പാറ്റേൺ. ഏതാണ് നമ്പർ? നമ്പർ എന്ന് നമുക്കറിയാലോ 0 to 9 വരെ ഉള്ളതാണ് നമ്മുടെ നമ്പേഴ്സ്. ആ നമ്പറിൽ 2 ഇട്ടുള്ള ഒരു പാറ്റേൺ ആണ് ടീച്ചറോട് ചെയ്തിരിക്കുന്നത്. 2 ഇൻവേഴ്സ് 2. 2നെ തല തിരിച്ചെഴുതിയ, അതായത് 2നെ തിരിച്ചെഴുതിയ 2, ഇത് 2നെ തിരിച്ചെഴുതി എങ്ങനെ വരും? ഇങ്ങനെ അല്ലേ? 2 ഇൻവേഴ്സ് 2, 2 ഇൻവേഴ്സ് 2. അപ്പോൾ അടുത്തതോ 2 ആൻഡ് ഇൻവേഴ്സ് 2. ദിസ് ഈസ് എ എക്സാമ്പിൾ ഫോർ പാറ്റേൺസ്. അപ്പം ലെറ്റേഴ്സ് ആവാം, നമ്പേഴ്സ് ആവാം, ഷേപ്സ് ആവാം, അല്ലെങ്കിൽ ഫിഗേഴ്സ് ആവാം. ദീസ് ആർ സം എക്സാമ്പിൾസ് ഓഫ് പാറ്റേൺ. ഡു ഇൻ യുവർ നോട്ട്ബുക്ക്. ഹെഡിങ് ഫിൽ ദ പാറ്റേൺ. Okay, then we can go to your workbook page number 25. Also take your page workbook page number 25. Name of the chapter patterns. Look at the patterns and fill the blanks. Pattern understand ചെയ്തതിനു ശേഷം നിങ്ങൾ blanks എന്ത് ചെയ്യുക? Complete ചെയ്യുക. First one, a tree and a grassland or grass. Then again tree, grassland. Complete ചെയ്തേ. 4 dashes are here. എത്ര ബ്ലാങ്ക്സ് ഉണ്ട്? 4 ബ്ലാങ്ക്സ് ഉണ്ട്. അപ്പം ട്രീ, ഗ്രാസ്ലാൻഡ്, ട്രീ, ഗ്രാസ്ലാൻഡ്. അടുത്ത് എന്താ വരിക? ട്രീ, ട്രീ, ദെൻ ഗ്രാസ്ലാൻഡ്, അഗെയിൻ ട്രീ ആൻഡ് ഗ്രാസ്ലാൻഡ്. അപ്പോൾ ഫസ്റ്റ് എ ട്രീ, എ ഗ്രാസ്ലാൻഡ്, ട്രീ, ഗ്രാസ്ലാൻഡ്, ട്രീ, ഗ്രാസ്ലാൻഡ്, ട്രീ, ഗ്രാസ്ലാൻഡ്. അപ്പോൾ ഇവിടുത്തെ പാറ്റേൺ എന്താണ്? ട്രീയും ഗ്രാസ്ലാൻഡ്, ട്രീ, ഗ്രാസ്ലാൻഡ്, again tree, grassland, tree, grassland and so on. That is the pattern. Second question എന്താണ്? ചെയ്തൊരു പേജ് കംപ്ലീറ്റ് ചെയ്തു കാണും അല്ലേ? നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചാപ്റ്റർ അല്ലേ? 2 apples and 2 bananas. Consider these 2 are bananas. ഇവിടെ എന്താണ്? 2 apples, 2 bananas, and here also dashes 2 apples, 2 bananas,
Then again 1 apple, 1 apple, then 2 apples, then 2 bananas. Okay, 4 dashes under 2 apples, 2 banana. Then again 2 apples and 2 bananas. Next, third one, flower and a bud. Flower, a flower and a bud. A flower and a bud. Then 4 dashes. Complete a flower, flower and a bud. Bud എന്താണ്? പൂമൊട്ട്. Flower, bud, flower, bud, flower, bud, flower, bud, and so on. Complete. Flower, bud, flower, bud. Okay. Then in this page you have 5 questions more. Do it as homework. A happy face, smiling face. Sorry. First one, smiling face. Second one, a sorrow, ദുഃഖമുള്ള ഒരു ഫേസ് അല്ലേ, സോറോ ഫേസ്. അഗെയിൻ സ്മൈലിംഗ്, സോറോ, സ്മൈലിംഗ്, സോറോ, അങ്ങനെ കംപ്ലീറ്റ് ചെയ്യുക. ദെൻ അപ്പ് ആരോ, ഡൗൺ ആരോ, അപ്പ് ആരോ, ഡൗൺ ആരോ, ആൻഡ് അഗെയിൻ 3 questions. Totally 5 questions. Do it as homework. നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഹോംവർക്ക് ആയിട്ട് ഇതുകൂടി എഴുതുക. എഴുതിയതിനു ശേഷം ടീച്ചറിനെ സെൻഡ് ചെയ്ത് കാണിക്കാം. 10, 20, 30, 40, 50. കൗണ്ടിങ് ബൈ 10 ആണ് അല്ലേ. ഇപ്പോൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. 10, 20, 30, 40, അത് 100 വരെ 1 ടൈം എഴുതിയാൽ മതി. 1 ടൈം എഴുതുക ഹോംവർക്ക്. ദെൻ നമ്മൾ ഈവൻ നമ്പേഴ്സ് പഠിച്ചു അല്ലേ. 2, 4, 6, 8. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? 2, 4, 6, 8 ഈവൻ നമ്പേഴ്സിൻ്റെ പ്രത്യേകത എന്താണ്? കൗണ്ടിങ് ബൈ 2. അപ്പോൾ ഈവൻ നമ്പേഴ്സ് എന്ന ഹെഡിങ് എഴുതിയതിന് ശേഷം ഈവൻ നമ്പേഴ്സ്, EVEN, ഈവൻ നമ്പേഴ്സ് എന്ന ഹെഡിങ് എഴുതി 10 to 100 വരെ എഴുതിയതിന് ശേഷം അടുത്ത പേജിൽ വേണം ഈവൻ നമ്പേഴ്സ് എഴുതാൻ. 2, 4, 6, 8, 10 എക്സെട്ര 100 വരെ ഈവൻ നമ്പേഴ്സ് എഴുതുക. ദെൻ എഴുതി കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് പേജിൽ ഓഡ് നമ്പേഴ്സ്, ODD, ഓഡ് നമ്പേഴ്സ്, NUMBERS. ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഡ് നമ്പർ ഏതാണ്? 1. 1ൻ്റെ ഫസ്റ്റ് ഓഡ് നമ്പർ 1 ആണ്. അതിൻ്റെ കൂടെ 2 ആഡ് ചെയ്താൽ 3 കിട്ടും. 3യുടെ കൂടെ 2 ആഡ് ചെയ്താൽ 5, 5ൻ്റെ കൂടെ 2 ആഡ് ചെയ്താൽ 7, ആൻഡ് സോ ഓൺ 99 വരെ ഓഡ് നമ്പേഴ്സ് എഴുതുക. ദെൻ നെക്സ്റ്റ് ഒരെണ്ണം 5, 10, 5 വീതമാണ് ആഡ് ചെയ്ത് എഴുതാൻ. കൗണ്ടിങ് ബൈ 5s. 5, 10, 15, 20, 25, 30, 35, 40, 45, 50, 55 അങ്ങനെ 100 വരെ അതും നോട്ട്ബുക്കിൽ എഴുതുക ഹോംവർക്കായിട്ട്. ദിസ് കൗണ്ടിങ് ബൈ 10, 10, 20, 30, 40 കൗണ്ടിങ് ബൈ 10 വീതം ആഡ് ചെയ്ത് എഴുതാൻ. ഇത് ഈവൻ നമ്പേഴ്സ്, ഇരട്ട സംഖ്യകൾ. ദെൻ ഓഡ് നമ്പേഴ്സ് 1, 3, 5 എക്സെട്ര അപ് ടു 99. ദെൻ കൗണ്ടിങ് ബൈ, വേണമെങ്കിൽ ഹെഡിങ് കൂടെ എഴുതിക്കോ. കൗണ്ടിങ് ബൈ 5s 5 വീതം ആഡ് ചെയ്തെഴുതാൻ. ഇവിടെ എന്താ ഹെഡിങ് എഴുതുന്നത്? കൗണ്ടിങ്, COUNTING, കൗണ്ടിങ് ബൈ 10s, 10 അപ്പോസ്ട്രോഫി S, കൗണ്ടിങ് ബൈ 10s. അപ്പോൾ ഇത്രയും നിങ്ങൾ ബൈ ഹാർട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് അറിയെങ്കിൽ മാത്രമേ ബാക്കിയുള്ള പാറ്റേൺസ് നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, കണ്ടിന്യൂ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.